ഇന്ന് നമ്മളൊരു പുതിയൊരു വ്ളോഗിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പം വീക്കെൻഡ് ആയപ്പോൾ നമ്മളെ ടീമായിട്ട് എല്ലാവരുമായിട്ട് പുറത്തേക്ക് പോവുകയാണ്. ഓ അതെ അതെ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഒരു ടെന്റ് ഒക്കെ അടിച്ച് ക്യാമ്പ് ചെയ്യുന്ന എപ്പിസോഡാണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസും ഡീറ്റെയിൽസും ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പങ്കിടുന്നത്. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ ഓരോരോ സപ്പോർട്ടാണ് എനിക്ക് എനർജി. അത് നിങ്ങൾക്കറിയാം, ഞാൻ പറയാതെ തന്നെ അത് നിങ്ങൾക്കറിയാം. എൻ്റെ ഓരോ വീഡിയോസ് കാണുന്ന ഓരോ സബ്സ്ക്രൈബേഴ്സിനും താങ്ക് യു. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ എന്തായാലും വീക്കെൻഡ് ദിവസം ആയതുകൊണ്ട് നമ്മളെല്ലാ ബാച്ചിലേഴ്സ് എല്ലാവരും കൂടിയാണ്. അപ്പൊ അതിന്റെ വീഡിയോസ് ആണ് ഇന്ന് പങ്കുവരുന്നത്. അപ്പൊ നമ്മൾ നേരെ ഇന്ന് പോകുന്നത് നെസ്റ്റോയിലേക്കാണ് പോകണം. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഓൾറെഡി നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പിറകിൽ വെച്ചിട്ടുണ്ട്. വണ്ടിയുടെ ലൈറ്റ്, ടെന്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വാങ്ങാനുള്ള ഒന്ന് ചാർക്കോൾ അടിക്കാനുള്ള സാധനങ്ങളാണ് വാങ്ങാനുള്ളത്. അത് വാങ്ങാനായിട്ട് തൊട്ടടുത്തുള്ള നമ്മൾ നെസ്റ്റോയിലേക്കാണ് പോകുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം സുഹൃത്തുക്കളെ. നമ്മൾ നെസ്റ്റോയിലേക്ക് എത്തി സുഹൃത്തുക്കളെ. നെസ്റ്റോയിൽ പോയി നമ്മൾ സാധനങ്ങൾ വാങ്ങണം. സാധനം വാങ്ങിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് നേരെ ദുബായിലേക്കാണ് പോകുന്നത്. ദുബായിൽ അൽകുദ്രയിലാണ് നമ്മൾ പോകാനുള്ളത്. അൽകുദ്ര എന്ന് തന്നെ പേര്. എന്താ പേര്? ആ സ്ഥലത്തിന്റെ പേരെന്താ? അൽകുദ്ര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. അവിടെയാണ് നമ്മൾ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി ആലോചിച്ചു വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോ എന്താണെന്ന് അറിയില്ല. അവിടെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പോകുമ്പോൾ വലിയ ട്രാഫിക് ഉണ്ടാവാതിരുന്ന ഭാഗ്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നാഷണൽ ഡേ ആണ്, നല്ല തിരക്കുണ്ട്. എല്ലാവർക്കും എല്ലാ കമ്പനീസും ലീവും ആണ്, എല്ലാവരും പുറത്താണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം പോയി സാധനം വാങ്ങിച്ചിട്ട് വരാം. ഫുള്ള് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ഇവര്. ഫുഡ് സെക്ഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഫുഡ് സെക്ഷനിലോട്ട് മസാല ഇട്ട സെക്ഷനിലേക്ക് വന്നു. ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് ചിക്കൻ ഐറ്റംസുകൾ വാങ്ങാം. ഞാൻ എന്തായാലും ചിക്കനൊന്നും കഴിക്കില്ല. ഞാൻ വെജിറ്റേറിയനാണ്. ഇവന്മാർ മാത്രമേ ചിക്കൻ കഴിക്കാതുള്ളൂ. ഞാൻ വെജായിട്ടില്ല. അവൻ്റെ മുഖം നോക്കി. ഞാൻ വെജെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖം അങ്ങോട്ട് ഇതാവുന്നില്ല. ഇപ്പോൾ കുറച്ച് നാളായിട്ട് വെജിറ്റേറിയനാണ് കഴിച്ചത്. അതാണ് ഏത് വാങ്ങാമെന്നും ആലോചിച്ചുകൊണ്ടിരിക്കാം. ഇത് സ്പൈസി എടുക്കാം. സ്പൈസി വരുന്നത് എത്ര? 26 സ്പൈസി വരുന്നത്. അതാണ് സ്പൈസി. ചുമ്മാ ഇരിക്കണ മസാല വെട്ടി തരും. നമ്മൾ കൊണ്ടുപോയി ഗ്രില്ല് ചെയ്താൽ മതി. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇത് ഫുള്ളെടുത്ത് നമ്മള്. ഇത് നോർമൽ സ്പൈസിയാണ് കേട്ടോ. അത് നോർമൽ സ്പൈസിയാണ് വരുന്നത്. ആ നോർമൽ സ്പൈസി നമ്മൾ 1 kg എടുത്ത്, ഇതും സ്പൈസി 1 kg എടുത്തിട്ടുണ്ട്. അത് കോംബോയും കൂടിയാണ്. അതിൻ്റെ അകത്ത് കൊബ്ബൂസ്, മയനീസ് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം എത്രയായി ഇപ്പോൾ? കോസ്റ്റ് എത്രയായി? 50. ആ ടോട്ടൽ 50 dirhams ആയിട്ടുണ്ട്. 50 dirhams ആയിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടി വാങ്ങിച്ചത് നമ്മൾ. ചിക്കൻ കബാബുണ്ട് ബ്രോ. അപ്പോൾ അതാവും പാക്ക് ചെയ്യുന്നുണ്ട്. അവർ ആ സാധനം എടുക്കുന്നുണ്ട്. ഞാൻ പോയിട്ട് എനിക്ക് കഴിക്കാനുള്ള സ്വീറ്റ് കോൺസ് എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. സ്വീറ്റ് കോൺ ഞാൻ വെജല്ലേ, അപ്പോൾ എനിക്ക് ടൈം പാസിനായിട്ട് എന്തെങ്കിലും എടുക്കണ്ടേ. കോൺ എടുക്കാൻ വന്നപ്പോൾ ആ ഏരിയ ഫുള്ള് കാലിയായിരുന്നു. ആകെ 3 പീസ് എടുത്തിട്ടുള്ളൂ. ആ 3 പീസും നമ്മളെടുത്ത് നേരെ അവരുടെ അടുത്തേക്ക് പോകും. അമൂലിൻ്റെ ബട്ടറും എടുത്തിട്ടുണ്ട്. അതിൽ തേക്കാനാണ്. അമൂലിൻ്റെ ബട്ടറും എടുത്ത് സ്വീറ്റ് കോണും കൊണ്ട് വൈശാണ് കണ്ണിന് നോവ് പോകുന്നുണ്ട്. നമുക്ക് നേരെ ബില്ലടിക്കാം. വന്നപ്പോഴത്തേക്ക് ഇതാ ഇവിടെ ഒരു സാധനം കിൻഡല് കണക്ക് വാങ്ങി കൂട്ടി വെച്ചിരിക്കുന്നു. ചാർക്കോള്, ചിക്കൻ്റെ കൂടെ മൈനൈസ്, കുബൂസ് വാങ്ങിച്ചാ അത് മതിയാവോ? തികയോ? ഒരു വാങ്ങാന്നാ? കോപ്പിറൈറ്റ് വീഴും. അപ്പം ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുള്ള് സാധനങ്ങൾ നിറഞ്ഞു. അങ്ങനെ നമ്മൾ നെസ്റ്റോയിൽ നിന്ന് നേരെ പർച്ചേസ് ചെയ്തിട്ട് നേരെ നമ്മൾ പോകുന്നു ദുബായിലേക്ക്.
ദുബായിലേക്ക് നമ്മൾ ടെൻ്റ് അടിക്കാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങളെന്ത് ചിരിച്ചിരിക്കണേ? വിഷമം പറഞ്ഞ സന്തോഷമില്ല. ഐഷാണൊരു സങ്കടം പോലെ മുഖത്ത്. നമ്മള് സ്ഥലത്തെത്തിയിട്ടുണ്ട്. പക്ഷെ രാത്രി ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. കുറച്ച് പണിയുള്ള കാര്യമാണ്. ഇതൊക്കെ ഒന്ന് സെറ്റാക്കണം. ഈ ടെൻ്റൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഫുള്ള് ലൈറ്റും എല്ലാം റെഡിയാക്കണം. കുറച്ച് പണിയുണ്ട്. ഞാൻ ഒന്ന് സെറ്റാക്കിയിട്ട് വരാം. ഐഷാണ് നിങ്ങൾ ഇതെല്ലാം എടുക്ക്. ടെൻ്റൊക്കെ സെറ്റ് ചെയ്ത് ഇനിയിപ്പോൾ പരിശ്രമത്തിന് ശേഷം ടെൻ്റൊക്കെ സെറ്റാക്കി നമ്മളത് ഈ ചാർക്കോളൊക്കെ ഒന്ന് കത്തിക്കണം കേട്ടോ. ചിക്കനൊക്കെ ചുടാൻ വേണ്ടി ചാർക്കോളൊക്കെ ഒന്ന് കത്തിക്കണം. അതൊക്കെ കുറേ ടൈം എടുക്കുന്ന പരിപാടി. ഞാൻ ഒറ്റയ്ക്കുള്ളായിരുന്നു ടെൻ്റൊക്കെ സെറ്റാക്കാൻ വേണ്ടി. അവരൊക്കെ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. ടെൻ്റൊക്കെ ഞാൻ റെഡിയാക്കി. ഇനിയിപ്പം നമുക്കിത് കത്തിച്ചൊന്ന് എടുക്കാം. ഇത് ഏകദേശം കത്തി വരുന്നുണ്ട്. ഒന്നും പറയണ്ട. ഒരു ടാസ്ക് ആയിട്ടുള്ള പരിപാടിയായി ഈ ചാർക്കോൾ കത്തിക്കാനുള്ള. ഒന്നും നോക്കിയില്ല. ചാർക്കോളൊന്ന് റെഡിയായി വന്നപ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ പറയണ്ട. സെറ്റായില്ല. അത് കഴിഞ്ഞ് ഞാനൊന്ന് സ്വീറ്റ് കോണൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് കേട്ടോ. ചിക്കനും ഞാൻ തന്നെ വെക്കുന്നേ. പക്ഷേ ഈ ചിക്കൻ അടിപൊളി എന്നാണ് അവർ പറഞ്ഞത്. ഗാർലിക്ക് നല്ല ടേസ്റ്റുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ കഴിക്കാനില്ല. പിന്നെ ഞാൻ കോണ് മാത്രമേ കഴിച്ചുള്ളൂ. ഒരു രസമാണ്, ഒരു വൈബ്, ഇത്രയുണ്ട്. അതായത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളിത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൊക്കേഷൻ വരുന്നത് ലവ് ലാക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്, ദുബായിൽ. ലവ് ലാക്ക് എന്തായാലും സൂപ്പർ സ്ഥലമായിരുന്നു. നല്ല സ്വീറ്റ് കോണും കഴിച്ചിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ ഞാൻ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച് കിടക്കാറായി. സമയം ഒരുപാട് ലേറ്റായി. അവരവിടെ ഇരുന്നു. പിന്നെ എന്തായാലും നമുക്ക് രാവിലെ കാണാം. ഗുഡ് മോർണിംഗ്. ഇന്നലെ ഞാനാണെങ്കിൽ വണ്ടിക്കകത്താണ് കിടന്നുറങ്ങി. ടെൻറ്റ് വെക്കുന്നത് അവിടെ ഫുള്ളായി ഏകദേശം. ടെൻറ്റ് നമ്മുടെ ടെൻറ്റാണ് നോക്കാറുണ്ട്. ഇതാ ഒരു ടെൻറ്റ് കേട്ടാ, ഈ ടെൻറ്റ് ഇതും ഫുള്ളാണ്. നമ്മൾ രണ്ടുപേര് വണ്ടിക്കകത്ത് കിടന്നുറങ്ങി. ലാസ്റ്റ് അതിനകത്ത് ഫുള്ളാളായി. ചെക്കന്മാരൊക്കെ ഇന്നലെ എല്ലാവരും വന്നു. അപ്പം അതിനകത്ത് കിടക്കാൻ സ്ഥലമില്ല. പിന്നെ ഞാനും കൊണ്ട് വന്നിട്ട് ഇവിടെ കിടന്നുറങ്ങി. അപ്പോൾ ഇന്നലത്തെ ഫുഡ് കഴിപ്പൊക്കെ ഞാൻ വെജായതുകൊണ്ട് ഞാനൊന്നും കഴിച്ചില്ല. സ്വീറ്റ് കോൺ ഉണ്ടല്ലോ, അത് മാത്രമാണ് ഞാൻ കഴിച്ചത്. രാവിലത്തെ വ്യൂസൊക്കെ നൈസായിട്ടുണ്ട്, ഒന്നും പറയല്ല. സൂപ്പർ, അടിപൊളി. കാണിച്ചു തരാം. തൊട്ട ഫ്രണ്ടിൽ ആ ഫ്രെയിമിൽ വന്ന് ഒരുത്തൻ തൊപ്പിയിട്ടിരിക്കണേ. അവൻ ആരാണ്?
അങ്ങനെ ഞാൻ കഴിച്ച് നമ്മുടെ ടെൻറ്റിൻ്റെ അടുത്തേക്ക് പോയി. അവരെല്ലാവരും കൂടി അങ്ങോട്ട് നടന്നു കേട്ടോ. ഇതിനകത്ത് ഇപ്പോൾ ഉള്ളത് ഒരുത്ത മാത്രമേ ഉള്ളൂ. ഇതേ തുണിയെടുത്ത് തുണിയെട്. ഞാൻ ലേറ്റാവും, കമ്പനിയിൽ വിളിച്ചിട്ട് ഞാൻ ലേറ്റാവുന്നു. ഇത് നമ്മുടെ ടെൻ്റായിരുന്നു കേട്ടോ. ടെൻ്റാണ് കേട്ടോ. രാവിലെ ഒരു രക്ഷയും ഇല്ലാത്ത തണുപ്പ്. ഇവിടെ നല്ല രസമാണ്. പൊളിയാട്ടോ. ഫുള്ള് ടെൻറ്റും ചാർക്കോളും. ഓ ഇവിടെ എന്തായാലും അടിപൊളിയാണ്, നൈസാ. അപ്പോൾ ഫുള്ള് ഈ വീക്കെൻഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ട്. നാഷണൽ ഡേയുടെ ലീവല്ലേ, അപ്പോൾ എല്ലാവരും അങ്ങനെ ഓരോ സ്ഥലത്ത് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങും, ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ. അവരെല്ലാം അങ്ങോട്ട് പോയി, നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. ഞാൻ രാവിലെ ഭയങ്കര തണുപ്പ് കേട്ടാ. കാറിനകത്ത് ഹീറ്റ് ഓൺ ആക്കിയിട്ടാണ് നമ്മൾ കിടന്നത് തന്നെ. ഭയങ്കര തണുപ്പ്. നോക്ക്, നൈസല്ലേ. ഏകദേശം എനിക്ക് ഒരു ക്യാപ്പ് പോലും എടുത്തില്ല. എനിക്ക് തൊണ്ടയൊക്കെ ഒരു മാതിരിയായി. ഇൻഫെക്ഷൻ ആയാന്തോ അറിയില്ല. ശബ്ദമൊക്കെ മാറി. ഉറക്കം കുറച്ച് ക്ലിയറായി. ഞാൻ ഉറങ്ങിയപ്പോൾ തന്നെ 4 മണിയായി. ഏകദേശം 4 മണി കഴിഞ്ഞ് ഉറങ്ങിയപ്പോൾ. ഇനിയിപ്പോൾ ഇന്നും ലീവാണ്. ഇനിയിപ്പോൾ 3-ാം തീയതി ഉള്ളൂ വർക്കിംഗ് ഡേയ്സ്. അപ്പോൾ അതായതുകൊണ്ട് നല്ല വ്യൂ ആണ് കേട്ടാ. അടിപൊളിയല്ലേ. അരയന്നങ്ങൾ വരുന്നു സുഹൃത്തുക്കളെ, അരയന്നങ്ങൾ. നടന്ന് വന്നപ്പോൾ നമ്മളുടെ ചെക്കന്മാരെ കണ്ടു. അവരെല്ലാവരും അവിടെ കൊണ്ട് വേറെ പരിപാടി ഉണ്ട്. അത് നീ ആയിട്ടാണ് നമ്മളെല്ലാത്തിനും മനസ്സിലാക്കുന്നു, എല്ലാരും മനസ്സിലാക്കുന്നു. ഞാനാ ഇവിടെ തന്നെ കിട്ടിയിട്ടില്ല. പിടിയുടെ ഫ്രൈ ആടാ രാവിലെ. അടിപൊളി വ്യൂസ് രാവിലെ, സൂപ്പർ. ഇവിടെ എന്തൊക്കെ അലൗഡാണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ജസ്റ്റ് ഒന്ന് ഡ്രോണൊന്നും അലൗഡല്ല കേട്ടോ. ഡ്രോൺ അലൗഡല്ല, പപ്പീസ് അലൗഡല്ല. ഓ ക്യാമ്പിങ് കാരവാൻസ് അലൗഡല്ല, ഡ്രോൺ അലൗഡല്ല, ഫയർ അലൗഡല്ല, പക്ഷികൾക്ക് തീറ്റ കൊടുക്കുന്ന വേസ്റ്റ് അലൗഡല്ല, കട്ടിങ് അലൗഡല്ല, ഹോൺ അലൗഡല്ല, ഫിഷിങ് അലൗഡല്ല, ബൈക്കിങ് അലൗഡല്ല, നീന്തൽ അലൗഡല്ല. ഇത് ആ വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടി അവർ വെച്ചിരിക്കുന്നതാണ്. മോട്ടർ വെള്ളം അടിച്ചുകൊണ്ടിരിക്കും. ഇത് മറ്റേ നാച്ചുറൽ സെറ്റപ്പ് അല്ല ഇത്. അവർ ഇത്
സുഹൃത്തുക്കളെ നമ്മളൊരു 11:30 ടൈം ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഒരുപാട് പരിപാടിയുണ്ട് തിരിച്ചു വന്നിട്ട് റൂമിലേക്ക് വന്നിട്ട് എനിക്ക്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പങ്കിടുന്നത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളും വരിക. ഞായറാഴ്ച വീക്കെൻഡ് ഡേയ്സിലൊക്കെ വന്ന് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. സാറ്റർഡേ വരിക, ടെൻ്റ് അടിക്കുക. എന്നിട്ട് ഞായറാഴ്ച രാവിലെയൊക്കെ ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. ഇത് പോണ വഴിക്ക് പൂക്കളൊക്കെ നട്ടു വെച്ചിരിക്കുന്ന മരുഭൂമിയിലും മരങ്ങൾ നടാമെന്ന് കാണിച്ചു തരികയാണ് നമ്മുടെ ദുബായ്. എത്ര മനോഹരമായിട്ട് അവർ ചെയ്തിട്ടുണ്ടെന്ന്. എന്തായാലും നിങ്ങളും വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പം എൻ്റെയും ചിക്കുവിൻ്റെയും കൂടെ നല്ലൊരു വീക്കെൻഡ് ഡേ ആയിരുന്നു, നാഷണൽ ഡേ. പിന്നെ നമ്മുടെ ചെക്കന്മാരും ഉണ്ടായിരുന്നു. എല്ലാവരും ഹാപ്പി ആയിരുന്നു. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ടും കൂടി വേണം കേട്ടോ. ബൈ ബൈ.